പിരിവിന് വന്ന സംഘടനയുടെ കീഴിലേ ഞങ്ങൾ കുറച്ച് കുട്ടികളെ നോക്കുന്നുണ്ട്. അതൊക്കെ ഒരുപാട് ബാധിച്ച ചെലവാണ്. അതിക്ക് എന്തെങ്കിലും ഒരു പിരിവ് കിട്ടുകയാണെങ്കിൽ നന്നായി. അല്ല നിങ്ങൾക്ക് വല്ല വേറെ പണിക്കും പോയിക്കോ. റമദാനാകുമ്പോ ഇങ്ങനെ കുറെ ഇറങ്ങും, സംഘടനയും പിരിവും തട്ടിപ്പോയി വേറെ പണിക്കോയിക്കൂടെ. അങ്ങനെയല്ലേ, ഞാനൊരൊറ്റത്തടിയാണ്. അയറ്റള എന്നെ ബാപ്പാന്ന വിളിച്ചത്. അപ്പൊ എല്ലാ കാലം ഞാൻ അയറ്റളപ്പ ഇങ്ങനെ ജീവിക്കാന്ന്. ഇതൊക്കെ ശരി. നിങ്ങളെ മാതിരി ഇതേമാതിരി പല കാര്യങ്ങളും പല കാരണങ്ങളും അനാഥയാണ്, അതാണ്, വാപ്പല്ല, ഇമ്മല്ല എന്നൊക്കെ പറഞ്ഞ റമദാനാകുമ്പോ ഇങ്ങനെ കുറെ ഇറങ്ങുന്നുണ്ട്. മനസ്സിലായെങ്കിൽ ഉണ്ടാവും, അങ്ങനെ വരലുണ്ടാവും. നമ്മളറിയാം. അപ്പൊ നിങ്ങളിപ്പോ യഥാർത്ഥ എന്നാ പറയണേ? നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പണിക്കോയിക്കൂടാക്ക. നിങ്ങൾ വിട്ടാണി, ഇവിടെ ഒന്നുമില്ല. വേറെ 100 കൂട്ടം പരിപാടിയില്ല. അതിന്റെ ഇടയിൽ കൂടെ കുറെ എണ്ണം ഇങ്ങനെ ഇറങ്ങിക്കോളും. നേരെ മുതൽ 25 എണ്ണാണ്. റമദാൻ ആയാ കഴിഞ്ഞു കഥ. ഇവിടെ ആരുമില്ലേ? വാലേക്കും സലാം. കേറി ഞാനേ പിരിവിന് വന്നു. എന്ത് പിരിവ്? അത് കുറച്ച് കുട്ടികളെ ചെലവിന് വേണ്ടി അനാഥാലയത്തിലുണ്ട്. തന്നെ? എന്നാ ഇരിക്ക്. എവിടെ ഇതിവിടെ മാമ്പട്ടിയിലേ ഒരു 10-15 കുട്ടികളുണ്ട് അവിടെ. ഇങ്ങനെ എല്ലാവരും കനീനോണ്ട് അപ്പൊ ഐറ്റങ്ങളെ ചെലവ് കഴിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, നല്ല കാര്യല്ലേ. നിങ്ങളുടെ കയ്യില് എന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ വലിയതൊന്നുമില്ല. വെച്ചോളി. എന്താ പേര് ഇതിന്റെ? അല്ലേ, അത് ഇതൊന്നും വേണ്ട, അതാണ് വെച്ചോളി. അല്ല, എനിക്കടെ കണക്ക് ബോധിപ്പിച്ചോളി. കുഴപ്പമില്ലേ? അല്ലല്ല, നമ്മള് 10 റുപ്യ ഞങ്ങൾ തീർന്നേച്ചാലും നമുക്ക് കണക്ക് പോയിച്ച ഒരു വിശ്വാസമുള്ള നമുക്ക്. എത്ര പേര് ഇതിന്റെ? അങ്ങനെ എന്തെങ്കിലും. ഞാനേ അപ്പുറത്തെ പേര് ചെന്നിനി വട്ടിനോട്ടുമ്പോൾ തന്നെ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാ പോരെ. അത് സാറില്ല, നിങ്ങളിപ്പോ എല്ലാവർക്കും ഒരു മൈൻഡ് ആവില്ലല്ലോ. നിങ്ങൾ മൈൻഡ് ചെയ്യാൻ ഓലെ പറഞ്ഞിട്ട് കാര്യമല്ല. പല ആൾക്കാരും പല അഭ്യാസം കാട്ടി ഇറങ്ങുന്നുണ്ട്. നമുക്ക് ഏത് ആട്ടിട്ടാലും ആ പേരിൽ അപ്പുറത്തെ പേരിൽ ഇറങ്ങി കുട്ടിയൊക്കെ കൊണ്ടുപോയി കൊടുക്കണ്ടേ? 8-10 കുട്ടികളവിടെ അവിടെ അല്ലേ. ആയിട്ട് നമുക്ക് ഭക്ഷണത്തിന് എന്തെങ്കിലും പായണ്ടേ? ഒരാളല്ലെങ്കിൽ ഒരാൾ തരൂലേ. അതെ അതെ. പിന്നെ ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ലേ. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, പല വേഷം കെട്ടി അന്യ സംസ്ഥാനത്തുനിന്നും അല്ലാത്തടത്തുനിന്നും ഒക്കെ ആൾക്കാർ കയറി കാതർത്തും കൗത്തർത്തൊക്കെ പോണ്. അപ്പൊ ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോ പേടിയാണ്. അപ്പൊ എല്ലാരും പെടുകയില്ലേ. അത് ശരിയാണ്. ഈ യഥാർത്ഥക്കാര് ഞങ്ങൾ പോലത്തെ വരുന്നവർക്ക് കൂടി പൈസ കിട്ടണില്ലാതെ ഉറപ്പല്ലേ. പല സംസ്ഥാനത്തുനിന്നും ആൾക്കാരൊക്കെ വന്നിട്ട്. ആയിക്കോട്ടെ, ഞാൻ വരട്ടെ. എന്നാല് കഞ്ഞി വെള്ളം ഞാൻ ഇനി അവിടെ നിന്ന് കുടിക്കും. വേണ്ട, ഈ ആഴ്ച കിട്ടുള്ളൂ. നോൽപ്പായല്ലേ. എന്നാ ശരി. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. എവിടെയാണ് പോയി? ഫോൺ എടുത്താണ്. അറിയില്ല, രാവിലെ തന്നെ എന്ത് ആരാണ് അവ കണിയേണ്ടത്? പൊന്നാര കാക്ക, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞല്ലേ. ചൂടല്ലേ? പിന്നെ ഞാൻ പറയുന്നൊന്ന് കേക്കില്ല. എന്താ വെച്ചാ പറഞ്ഞു? ഞാൻ അന്ന് രാവിലെ ആ റെയിലിന്റെ അവിടെ നിന്ന് ഒരു പേസ് കിട്ടി. അപ്പൊ നോക്കുമ്പോ എന്റെ ഫോട്ടോയും എന്റെ അഡ്രസ്സും ഒക്കെയാണ്. അതുമായിട്ട് വന്നാ ഞാൻ ഇത് നോക്കിയാ എന്റെ പൈസ നോക്കിയാ. എന്റെ പൈസ ഞാനേ എന്റെ കുട്ടീന്റെ ഫീസ് അടക്കാൻ വേണ്ടി സ്കൂളിൽ പോയി. അവിടെ ചെന്ന് നോക്കുമ്പോ പേഴ്സ് കാണില്ല. എവിടെ ചാടി പോയി ഞാൻ അങ്ങനെ അതിന്റെ ബേജാറിൽ തരണം. കാക്കാ, ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഞാൻ ഇന്നലെ നിങ്ങൾ ഒരുപാട് ചീത്ത പറഞ്ഞു. അത് സാരില്ല. ഇങ്ങനത്തെ നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴേ എനിക്കായിട്ടല്ല, പലർക്കും പല ആട്ടും തുപ്പും കേൾക്കും. അത് ഞങ്ങൾക്ക് പതിവാ. ശരിയാണ്. നല്ലത് ഏതാ കെട്ടതെന്ന് തിരിച്ചറിയാൻ പറ്റാത്തത് എൻ്റെ ഒക്കെ കിട്ടും. ഒന്നും വിചാരിക്കരുത്. എൻ്റെ വാപ്പാന്റെ പ്രായം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ഈ പൈസ നിങ്ങൾക്ക് എടുക്കായിരുന്നല്ലോ. നിങ്ങളത് ചെയ്തില്ലല്ലോ. അർഹതപ്പെട്ടത് നമ്മളെ കുട്ടിയെ കൊടുക്കാൻ പാടുള്ളൂ. ആയിക്കോട്ടെ, എന്തായാലും എന്റെ വക. അല്ല, അത് കുഴപ്പമില്ല. ആ എത്തിയ കുട്ടിയൊക്കെയല്ലേ ഇത് എന്റെ വക കേട്ടോ. അസ്സലാമു അലൈക്കും.